ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു നാരങ്ങ വെള്ളം കുടിച്ചാലോ? കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടുതലിട്ട ഒരു നാരങ്ങ വെള്ളം കണ്ടു നോക്കാം. ഇതുപോലെ 2 ഗ്ലാസ് വെള്ളം എടുത്തു. എന്നിട്ട് ഒന്ന് പിഴിയാം. ഒരുപാടങ്ങ് അതിൻ്റെ അറ്റം എത്തുന്നവരെ പിഴിയരുതേ. പിന്നെ ഈ നാരങ്ങ തോട് എന്താ ചെയ്യുമെന്ന് വിചാരിച്ചാൽ നമുക്ക് ഫ്രിഡ്ജിൻ്റെ അകത്ത് അങ്ങനെ വെച്ചിരുന്നാൽ പന്ന സ്മെല്ലൊന്നും വരത്തില്ല. നാരങ്ങ വെള്ളം ഉണ്ടാക്കിയതിന് ശേഷം നാരങ്ങയുടെ തോട് അങ്ങനെ എടുത്ത് വയ്ക്കാം, വേസ്റ്റ് ആക്കണ്ട. എന്നിട്ട് നമുക്ക് അടുത്ത വേണ്ടുന്നത് ഒരു പച്ചമുളക് 2ആയിട്ട് കീറി അങ്ങിടാം. പിന്നെ ഒരു കൊച്ചു ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ട് അതൊന്ന് ഗ്രേറ്റ് ചെയ്യാം. ഒരുപാട് അങ്ങ് ഇഞ്ചിയുടെ ഇതൊന്നും വേണ്ട കേട്ടോ, അത്യാവശ്യത്തിന് അത്രയേ ഉള്ളൂ. എന്നിട്ട് ഒരു മിൻറ്റ് എടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് പിഴിഞ്ഞിടാം, ഒന്ന് ഞെരടിയിടാം, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചില്ലേ ഷുഗർ സിറപ്പ്, ആ ഷുഗർ സിറപ്പ് ഇതിലേക്കൊന്ന് ഒഴിക്കാം. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. എപ്പോഴും നമ്മൾ 2 ഗ്ലാസ് നാരങ്ങ വെള്ളം ഗസ്റ്റ് വരുമ്പം എടുക്കുമ്പം കുറച്ച് കൂടുതലായിട്ട് എടുക്കും അല്ലേ, ഉണ്ടാക്കിയവർക്കും കൂടെ കുറച്ച് കുടിക്കാനായിട്ട്. ആ രീതിയിൽ എപ്പോഴും എടുക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1 സ്പൂൺ കസ്കസ് കുതിർത്തതാണേ, അതൊഴിക്കാം. എന്നിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇടാം, ഒരു നുള്ള് മതി. അതും ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. സാധാരണ നാരങ്ങ പിഴിഞ്ഞിട്ട് മിക്സിയിൽ അടിക്കുന്നവരും ഉണ്ട് കേട്ടോ. നമുക്ക് ഇങ്ങനെ അങ്ങ് അടിച്ചേക്കാം. ഇഞ്ചിയുടെ കൊത്ത് അതൊക്കെ താഴെ അടിഞ്ഞിട്ടുണ്ട്, പച്ചമുളക് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇങ്ങനെ വേണ്ടുന്നവർക്ക് ഇങ്ങനെ കുടിക്കാം. അല്ല, കസ്കസ ഇടുന്നതിന് മുമ്പ് അരിച്ചിട്ട് നമുക്ക് പിന്നെ കസ്കസ ഇട്ടാലും ഒട്ടും തരിയില്ലാതെ കിട്ടും. അങ്ങനെ വേണ്ടുന്നവർക്ക് അങ്ങനെയും ഉപയോഗിക്കാം, അവരവരുടെ ഇഷ്ടമാണ്. ഐസ് ഇടാം. മിൻറ്റിങ്ങനെ വയ്ക്കാം. അങ്ങനെ നമ്മുടെ നാരങ്ങ വെള്ളം റെഡിയായിട്ടുണ്ട്. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. സാധാരണ നാരങ്ങ വെള്ളം തന്നെ കുറച്ച് ഇഞ്ചിയും പച്ചമുളകിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരെയും ചെയ്യാനുള്ള ഒന്നും കൂടിപ്പോകരുത്. അപ്പം അരിച്ചിട്ട് കസ്കസ് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. അപ്പം ഷുഗർ സിറപ്പും ഉണ്ടാക്കി വെച്ചിരുന്ന നല്ലതാണ്. വെറും പഞ്ചസാര ഇടുന്നതും ഷുഗർ സിറപ്പ് ഒഴിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. അത് കുടിച്ചു കഴിയുമ്പോഴേ അത് അറിയത്തുള്ളൂ. അപ്പം അങ്ങനെയൊരു നാരങ്ങ വെള്ളം റെഡിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്തേക്കണം. എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ വെയിലത്ത് നമുക്ക് രക്ഷ നേടണമെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചാലേ പറ്റുള്ളൂ അല്ലേ. അപ്പം എല്ലാവരും ഉണ്ടാക്കുക. ഓക്കെ, താങ്ക് യു.